بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ-അഖീദത്തു അൽ-വാസിത്തിയ്യയിൽ അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിവരിക്കുന്ന ഈ മഹത്തരമായ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഹുവ സുബ്ഹാനഹു ഖദ് ജമഅ ഫീമാ വസഫ വസമ്മ ബിഹി നഫ്സഹു ബൈന അൻ-നഫ്യി വൽ ഇസ്ബാത്ത്. വഹുവ സുബ്ഹാനഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ, ഖദ് ജമഅ ഫീമാ വസഫ, അവൻ എന്താണോ വിശേഷിപ്പിച്ചത് അതിൽ അവൻ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. വസമ്മ ബിഹി നഫ്സ, അള്ളാഹു അവൻ്റെ പേരായി വിളിച്ചതെന്തോ അതിൽ അവൻ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു, ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. ബൈന നഫി വൽ ഇസ്ബാത്ത്, നഫിയും ഇസ്ബാത്തും. നഫി എന്നാൽ നിരാകരിക്കുക, ഇല്ലെന്ന് പറയുക. ഇസ്ബാത്ത് എന്നാൽ ഉണ്ടെന്ന് പറയുക. അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതിൽ, അവൻ്റെ പേരായി പറഞ്ഞതിൽ, അവൻ്റെ സ്ഥിരീകരിക്കുന്ന വിശേഷണങ്ങളുണ്ട്, അവനില്ല എന്നു പറയുന്ന വിശേഷണങ്ങളുണ്ട്. അതിന് പറയും സിഫാത്തുൻ മുസ്ബത, അതായത് അള്ളാഹു അവനുണ്ടെന്ന് സ്ഥിരീകരിച്ച സിഫത്തുകൾ. ഇല്ല എന്ന് പറഞ്ഞതിന് സിഫാത്തു മംഫിയ, അള്ളാഹു അവന് ഇല്ല എന്ന് നിരാകരിച്ച സിഫത്തുകൾ. ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ മുമ്പ് ഉള്ള ദർസുകൾ സൂചിപ്പിച്ചിരുന്നു. അതായത് അള്ളാഹുനുണ്ട് എന്നവൻ പറഞ്ഞ വിശേഷണങ്ങൾ, ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ, ഇത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈ രണ്ട് രൂപത്തിലും. എന്നാൽ അള്ളാഹുനുണ്ട് എന്നവൻ പറഞ്ഞതായി ആണ് കൂടുതൽ, ഇല്ല എന്ന് പറഞ്ഞതിനേക്കാൾ. അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞത് എല്ലാ പൂർണ്ണതയുടെയും നന്മയുടെയും മനോഹാരിതയുടെയും വിശേഷണങ്ങളാണ്. ഇല്ല എന്ന് പറഞ്ഞത് ന്യൂനതകളും കുറവുകളുമാണ്. അള്ളാഹു അവന് ന്യൂനതകളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അവന് കുറവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അള്ളാഹു അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അശ്രദ്ധനല്ല, അവർ ചെയ്യുന്നത് റബ്ബ് അറിയാതെ പോകുന്നില്ല. മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഫിർഔനോട്, ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. വലയൻസ, എൻ്റെ റബ്ബിനെ മറന്നു പോവുകയുമില്ല. മറവിയും തെറ്റിപ്പോകലും ന്യൂനതകളാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ശരീക്കില്ല എന്ന് പറഞ്ഞു, അവന് പങ്കാളിയില്ല, അവനെപ്പോലെ ആരുമില്ല. അത് നിരാകരിക്കലാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല, നിരാകരിക്കലാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ഒരാളും തന്നെയില്ല. ഇങ്ങനെ റബ്ബ് അവനെക്കുറിച്ച് നിരാകരിച്ച് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി അവൻ പറഞ്ഞതുമുണ്ട്. അതുപോലെ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന പേരുകളും റബ്ബിനുണ്ട്. അതായത് അവന് കുറവുകളില്ല, ന്യൂനതകളില്ല എന്നറിയിക്കുന്ന പേരുകളും റബ്ബിന് ഉണ്ട്. ഉദാഹരണത്തിന് സുബ്ബൂഹ് അള്ളാഹുവിൻ്റെ പേരാണ്. ഖുദ്ദൂസ്
റബ്ബിൻ്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ചൊല്ലിയിരുന്ന ദിക്റുകളിൽ ഒന്നാണ് സുബ്ബൂഹ്, ഖുദ്ദൂസ്, റബ്ബുൽ മലായികത്തി വറൂഹ്. സുബ്ബൂഹ്, അള്ളാഹു സുബ്ബൂഹാണ്, അവൻ ഏറ്റവും പരിശുദ്ധനായ, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനാണ്. ഖുദ്ദൂസും അതേ അർത്ഥമാണ്, സമാനമായ അർത്ഥമാണ്, അവൻ ഏറ്റവും പരിശുദ്ധനാണ്. റുക്കൂഇലും സുജൂദിലും ഉള്ള ദിക്റുകളിലൊന്നാണ് സുബ്ബൂഹ്, ഖുദ്ദൂസ്, റബ്ബുൽ മലായികത്തി വറൂഹ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ കഴിഞ്ഞാൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചൊല്ലിയിരുന്നു സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അതിൽ അവസാനത്തെ തവണ ഒരൽപ്പം നീട്ടിയും ഉച്ചത്തിലും പറഞ്ഞിരുന്നു സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മലിക്കായ, ഏറ്റവും വലിയ രാജാവായ, ഏറ്റവും പരിശുദ്ധനായ, പരമപരിശുദ്ധനായ റബ്ബ്, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. സുബ്ബൂഹ്, ഖുദ്ദൂസ് എന്നീ പേരുകൾ അള്ളാഹുവിന് എല്ലാവിധ ന്യൂനതയുടെയും വിശേഷണങ്ങളെ നിരാകരിക്കുന്ന, അതൊന്നും അവനില്ല എന്ന് പറയുന്ന പേരുകളാണ്. അതുപോലെയാണ് അസ്സലാം. അസ്സലാം അള്ളാഹുവിൻ്റെ പേരാണ്. സലാം എന്ന പേര്, ആ പേരിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും സലാമത്തുള്ളവനാണ്. അവൻ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും സകല ന്യൂനതകളിൽ നിന്നും, എല്ലാവിധ കുറവുകളിൽ നിന്നും പരിശുദ്ധനാണവൻ. അവനൊരു പങ്കാളിയില്ല, അവനൊരു സന്താനമില്ല, അവന് സഹായികളില്ല. അതിൽ നിന്നെല്ലാം അവൻ സുരക്ഷിതനാണ്. സലാം എന്നാൽ അതാണ് അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ പേരിൻ്റെ ബറക്കത്ത് കൂടി നമ്മൾ സലാം പറയുമ്പോൾ അതിലുണ്ട് എന്നാണ്. അതിൽ ഈ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട്. സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും അത് റബ്ബിൻ്റെ പേരായതുകൊണ്ട് ആ ബറക്കത്ത് കൂടി അതിൽ ഉണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സലാം മടക്കാതെ തയമ്മും ചെയ്തുകൊണ്ട് സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ അശുദ്ധിയിൽ സ്മരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. തയമ്മും ചെയ്ത ശേഷം എന്ത് ചെയ്തു? സലാം മടക്കി. കാരണം അതിൽ ആ റബ്ബിൻ്റെ പേര് അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. സലാം ശുദ്ധിയില്ലാതെ, വുദു ഇല്ലാതെ സലാം മടക്കരുത് എന്നല്ല, ഏത് സന്ദർഭത്തിലും സലാം മടക്കാം. വലിയ ശുദ്ധിയിലാണെങ്കിൽ പോലും ഒരാൾക്ക് എന്ത് ചെയ്യാം? സലാം പറയുകയും മടക്കുകയും ചെയ്യാം. അത് ദിക്റുകൾ ചൊല്ലാം, തകരാറില്ല. വലിയ അശുദ്ധിയിലാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ദിക്റുകൾ ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു എന്ത്? കാന യദ്കുറുല്ലാഹ അലാ ഫി കുല്ലി അഹ്യാന. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫി കുല്ലി അഹ്യാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ ഏതവസ്ഥയിലും ദിക്ർ ചെയ്തിരുന്നു. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നിനക്ക് ഒരു അവസ്ഥയും എന്തല്ല? തടസ്സമല്ല. നാവ് കൊണ്ട് എവിടുന്ന് പറയരുത്? ടോയ്ലറ്റിൽ കയറിയാൽ നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യരുത്. അതേസമയം മറ്റുള്ള ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയാണ് വേണ്ടത്. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, ദിക്ർ കൊണ്ട് നിൻ്റെ നാവ് പച്ച പിടിച്ചതായിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഉപദേശിച്ചത്? ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ എനിക്ക് പ്രയാസമായി തോന്നുന്നു നബിയെ, അഥവാ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു നബിയെ. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹ്. അതുകൊണ്ട് എനിക്ക് മുറുകെ പിടിക്കാൻ ഒരു കാര്യം പഠിപ്പിച്ചു തന്നാലും, അഥവാ എളുപ്പമുള്ള കാര്യം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് എളുപ്പമാക്കി തരുന്ന കാര്യം അതിനുണ്ടാകണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഒറ്റമൂലി എന്ന് പറയുന്നത് പോലെ. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്ന ശറാഇഅ അൽ ഇസ്ലാമി ഖദ് കസറത് അലൈഹി ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹ്. നബി ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ കുറേ ഉള്ളതായി എനിക്ക് തോന്നുന്നു, മുറുകെ പിടിക്കാൻ ഒരു കാര്യം, എളുപ്പമുള്ളൊരു കാര്യം പഠിപ്പിച്ചു തന്നാലും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിൻ്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. ഏത് സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം, പക്ഷേ ജനാബത്തിലായിരിക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാബത്ത്
മാത്രമാണ് അള്ളാഹുവിനെ ഖുർആൻ പാരായണം ചെയ്യാൻ തടസ്സമായിരുന്നത്. അത് മുസ്ഹഫ് പിടിച്ചോ അല്ലാതെയോ പാരായണം ചെയ്യാതിരിക്കുക. മുസ്ഹഫ് പിടിച്ചാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പാരായണം ചെയ്യരുത്. രണ്ടും ഏത് സന്ദർഭത്തിൽ പാടില്ല? വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ പാടില്ല എന്നതാണ്. ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേര് സലാം, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിനും ഈ അർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. സലാം എന്നത് നോക്കൂ, അള്ളാഹു സ്വർഗത്തെ വിളിച്ച് ദാറുസ്സലാം എന്നാണ്. സമാധാനത്തിൻ്റെ ഭവനമാണ്, അത് സുരക്ഷയുടെ ഭവനമാണ്. അവിടെ കേൾക്കുന്ന വാക്കെന്താണ്? ഇല്ല ഖീലൻ സലാമൻ സലാമ. ഒരു വെറുപ്പിക്കലും ഇല്ലാത്ത, ഒരു കല്ലുകടിയും ഇല്ലാത്ത വാക്കേ അവിടെ കേൾക്കൂ. പരസ്പരം ഒരാളും എന്ത് ചെയ്യുകയില്ല, ചെറിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന വാക്ക് പോലും ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിൻ്റെ സുഖം എത്ര വലുതാണ്. കാരണം ചിലപ്പോൾ ഒരാളുടെ ഉറക്കം നശിപ്പിക്കാൻ, ദിവസങ്ങൾ ഒരു മനുഷ്യൻ്റെ എല്ലാ ഉന്മേഷവും നശിപ്പിക്കാൻ ഒരാൾ പറയുന്ന ഒരു വാക്ക് മതിയാവും, ഒരു വാക്ക്. അതുകൊണ്ട് അറബിയിലൊരു ചൊല്ലുള്ളത് കെൽം എന്ന് പറയും. കെലിമത്തിൻ്റെ അർത്ഥം എന്താണ്? പദം. എന്നാൽ കെൽം എന്നൊരു പദമുണ്ട്. എന്നാൽ കെൽം എന്ന് പറഞ്ഞാൽ, കെൽം എന്നാൽ അത് മുറിവാണ്. മുറിവിന് കെൽം എന്ന് പറയും അറബിയിൽ. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, സെയ്ഫ് കൊണ്ടുള്ള കെൽം, വാളുകൊണ്ട്, ആയുധം കൊണ്ടുള്ള കെൽം അത് ഉണങ്ങും. പക്ഷെ നാവ് കൊണ്ടുള്ള കെൽം അത് ഉണങ്ങാൻ വലിയ പ്രയാസമായിരിക്കും എന്ന് കെൽം എന്ന് പറയും. അത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. സ്വർഗത്തിലെ വലിയ പ്രത്യേകതകളൊന്നും അവിടെ ഒരാളും മോശമായത് പറയുകയില്ല. അതുപോലെ ഒരാൾക്കും ഒരാളോടും മനസ്സിൽ ഒരു വിദ്വേഷവും ഉണ്ടാവുകയില്ല. വനസഅനാ മാ ഫി സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറൂരിൻ മുതഖാബിലിൻ. അവരുടെ മനസ്സിലുള്ള ഗിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള നീരസം. മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടാകും. അവർ നല്ല ആളുകൾ തമ്മിൽ ചിലപ്പോൾ എന്തുണ്ടാകും? മനസ്സിൽ നീരസം ഉണ്ടാകാം, സംശയമില്ലാതെ. മനസ്സിൽ നീരസമുണ്ടാകാം. കാരണം എല്ലാവരുടെ പ്രകൃതവും എല്ലാവരുമായി യോജിക്കുകയില്ല. ചിലരുടെ പ്രകൃതം ചിലരുമായി വളരെ യോജിക്കുകയും ഇണങ്ങിച്ചേരുകയും ചെയ്യും. الأرواح جنود مجندة فما تعارف منها ائتلفت وما تناكر منها اختلفت. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസാണ്. റൂഹുകൾ തമ്മിൽ അത് സൈന്യത്തെ പോലെയാണ്. ഫമാ തആറഫ മിൻഹ ഇഖ്തലഫത്. പരസ്പരം പരിചിതമായത് ഒത്തുചേരും. വമാ തനാക്കറ മിൻഹ, പരസ്പരം ഒരു അപരിചിതത അനുഭവപ്പെടുന്നത് വിട്ടുമാറും. മക്കയിൽ ഒരു തമാശക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. തമാശക്ക് പറയുന്നൊരു സ്ത്രീ, ഒരു നർമ്മം പ്രകൃതത്തിൽ കൂടുതലുള്ള ആളുകളുണ്ടാവില്ല, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മക്കയിൽ. അവർ മദീനയ്ക്ക് ഹിജറ വന്നപ്പോൾ അവർ താമസമാക്കിയത് അവരെപ്പോലെ തന്നെ തമാശ പറഞ്ഞിരുന്നൊരു സ്ത്രീയുടെ കൂടെയാണ്. ഇത് അറിഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ ഹബീബ് അല്ലെങ്കിൽ എൻ്റെ ഖലീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ്, അർവാഹു ജുനൂദുൻ മുജന്നദ. റൂഹുകൾ അത് സൈന്യത്തെ പോലെയാണ്, അത് ഒരുമിച്ചിരിക്കുന്ന പക്ഷികളെ പോലെയാണ്. അത് യോജിക്കുന്നത് ഒത്തുചേരും, യോജിക്കാത്തത് വിട്ടുപിരിയും. ഒരു ഫാസിഖ്, ഒരു ആലിം അല്ലെങ്കിൽ ഒരു താലിബ് ഇൽം, ഒരു ഇൽമിനോട് താല്പര്യമുള്ള മനുഷ്യൻ, ദീൻ പഠിക്കാനൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ പോയി ഇറങ്ങിയ ആൾ ആദ്യം അന്വേഷിക്കുക എന്തായിരിക്കും? ഇവിടെ പഠിക്കാൻ എന്തുണ്ട് വഴി? ഇവിടെ ഇൽമ ഇവിടെ ലഭിക്കും? ഇവിടെ ഉലമാക്കൾ ആരെങ്കിലും ഉണ്ടോ? തുല്ലാബുകൾ ആരെങ്കിലും ഉണ്ടോ? അവിടെ അന്വേഷിക്കും. ഒരു ഫാസിഖ്, ഒരു വൃത്തികെട്ടൻ പോലെ അയ്യാദു ബില്ലാഹ് ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ അവൻ അന്വേഷിക്കാൻ എന്തായിരിക്കും? അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ മദ്യപിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലുള്ള വൃത്തികേടുകൾക്കും നസ്അല്ലാഹു ആഫിയ വസ്സലാമ എവിടെയാണ് സൗകര്യം എന്നായിരിക്കും ഒരാൾ അന്വേഷിച്ച് നടക്കുക. ഇതാണ്. അതുകൊണ്ട് ഓരോരുത്തരും തനിക്ക് ആരോടാണ് ചായ്വ് എന്നത് നോക്കിയാൽ തൻ്റെ റൂഹ് എങ്ങനെയാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരോടാണ് ഒരാൾക്ക് ചായ്വ് തോന്നുന്നത്, ആരോടാണ് ഒരാൾക്ക് അകൽച്ച തോന്നുന്നത് എന്ന് ഒരാൾ തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവന് തൻ്റെ റൂഹ് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന് മനസ്സിലാവും. ഖുൽ കുല്ലു യഅമലു അലാ ഷാക്കിലത്ത്. അള്ളാഹു പറഞ്ഞു, ഓരോരുത്തരും അവർക്ക് അവരുടെ ഷാക്കിലത്തിന്, അവർ അള്ളാഹു ഏത് രൂപത്തിൽ നിശ്ചയിച്ചു അതിനനുസരിച്ചുള്ള പണിയെടുക്കുള്ളൂ. ഖുൽ കുല്ലു യഅമലു അലാ ഷാക്കിലത്ത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മാലിന്യങ്ങൾക്ക് ചുറ്റും
പറ്റിക്കൂടുന്ന, അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പ്രാണികളുണ്ട്. വൃത്തികേട് നജസ്സുകൾക്ക് ചുറ്റും മാത്രമേ അതുണ്ടാവുള്ളൂ. ഇതുപോലെയാണ് വൃത്തികെട്ട ആളുകളുടെ റൂഹ്. അവൻ്റെ മനസ്സെപ്പോഴും വൃത്തികേട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. കാരണം അവന് നിലവാരമില്ല, അവൻ്റെ നഫ്സിന് അള്ളാഹു നിലവാരം നൽകിയിട്ടില്ല. അള്ളാഹു ഉന്നത നിലവാരം നൽകിയ നഫ്സുകളുള്ളവർ ഈ വക വൃത്തികേടുകൾക്ക് അവൻ്റെ മനസ്സങ്ങോട്ട് പോവുകയില്ല. കാരണം അവൻ്റെ നഫ്സ് അത് ഉന്നതിയിലാണുള്ളത്, അത് നിലവാരമില്ലാത്തതിൻ്റെ പിന്നാലെ പോവുകയില്ല. നോക്കൂ, സലാം എന്നത് റബ്ബിൻ്റെ പേരാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഈ രൂപത്തിൽ അവൻ അപൂർണതകളില്ലാത്തവനാണ് എന്ന് അറിയിക്കുന്ന പേരുകളിൽ ഒന്നാണ് അൽ മുതകബ്ബിർ. അൽ മുതകബ്ബിർ, എല്ലാ പെരുമയുമുള്ളവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും പെരുമയുള്ളവനാണവൻ. അവന് ഒരിക്കലും മോശമായ സിഫത്തുകൾ യോജിക്കുകയില്ല. അതുപോലെ അൽ വാഹിദ്, അൽ അഹദ്, അവനേകനാണ്, അവൻ ഒറ്റയാണ്. ഈ പേരുകൾ അവന് ശരീക്കില്ല, സന്താനമില്ല. ഈ വക ന്യൂനതകളുടെ സിഫത്തുകൾ അവനില്ല എന്ന് പറയുന്ന വിശേഷണങ്ങളാണ് ഇതെല്ലാം. അതോടൊപ്പം അവൻ്റെ പരിപൂർണമായ സിഫത്തുകൾ അറിയിക്കുകയും ചെയ്യും. ഏതൊക്കെ പേരുകളാണ് ഞാൻ പറഞ്ഞത്? സുബ്ബൂഹ്, ഖുദ്ദൂസ്, സലാം, അൽ മുതകബ്ബിർ, അൽ വാഹിദ്, അൽ അഹദ്. ഈ പേരുകൾ അള്ളാഹുവിന് ന്യൂനതകളില്ല എന്ന് പറയുന്ന പേരാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് രണ്ടും കാണാം, ഇസ്ബാത്തും നഫിയും കാണാം. ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. വതവക്കൽ, നീ തവക്കുലാക്കുക, ഭരമേൽപ്പിക്കുക, അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ. അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്ന സിഫത്ത് ആ പേരിലുണ്ട്, അൽ ഹയ്യ് എന്ന റബ്ബിൻ്റെ പേരിൽ. അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുൽ നീ തവക്കുലാക്കുക. അതുപോലെ നോക്കൂ, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിന് സിനത്ത് ബാധിക്കുകയില്ല, മയക്കം ബാധിക്കുകയില്ല. വലാ നൗം, അവൻ ഉറക്കം ബാധിക്കുക. നഫിയാണ്, നിരാകരണമാണ്. പിന്നെ നോക്കൂ, വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെയോ ഭൂമിയെയോ നാം കളിയായി പടച്ചിട്ടില്ല. ഇപ്പം ലഅബ് അള്ളാഹു അവനിൽ നിന്ന് നിഷേധിക്കുകയാണ്. മറുവശം എന്താണ്? അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനത്തിനും പിന്നെ അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. വെറുതെ അല്ല, ഒന്നും വെറുതെ അല്ല. അതുപോലെ നോക്കൂ, അള്ളാഹു പറഞ്ഞത് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ. അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ. ഖുർആൻ അള്ളാഹു പറയുകയാണ്, എങ്ങനെ അവനൊരു സന്താനം ഉണ്ടാകാനാണ്. വലം തകുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി ഉണ്ടായിട്ടില്ല. നോക്കൂ, റബ്ബിന് സന്താനമുണ്ടെന്ന് പറയുന്ന ഏറ്റവും മോശമായ വാദം, ആകാശഭൂമികൾക്ക് താങ്ങാനാകാത്ത കൊടിയ കുഫറിൻ്റെ വാദം, അത് അത്രയും ഗൗരവമായി തീരാനുള്ള ഒരു കാരണം എന്താണ്? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസിമാണ്, ആ കൗല് പറഞ്ഞാൽ അതിലൂടെ വന്നു ചേരുമെന്ന് അള്ളാഹുവിന് ഇണയമുണ്ട് എന്നത്. നഊദു ബില്ലാഹ്, അത് അള്ളാഹു പറയുന്നു. എന്ത്? അവനൊരിക്കലുമില്ല. എങ്ങനെ അവൻ ഉണ്ടാകാനാണ്? വലം തകുൻ ലഹു സാഹിബ, അവനൊരു സാഹിബത്തില്ല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ചിലർ, മുസ്ലിമീങ്ങളായ ചിലർ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ആളുകളിലെ പാതിരിമാരെ കണ്ടപ്പോൾ, വിവാഹം കഴിക്കാത്തവരിലെ പാതിരിമാരെ കണ്ടപ്പോൾ ചോദിച്ചത്ര എങ്ങനെയുണ്ട്, ഭാര്യയും കുട്ടികളൊക്കെ സുഖമല്ലേ? അപ്പോൾ കൂടെ ഉള്ളവർക്ക് ചൂടായി. അവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ പുരോഹിതനോട്, പാതിരിയോട്, അവർ വിവാഹം കഴിക്കാത്ത ബ്രഹ്മചര്യം പാലിക്കുന്നവരാണെന്ന് അറിയില്ലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പുരോഹിതന്മാർ അവർക്കില്ലാത്ത ഭാര്യയും സന്താനവും ഉണ്ടെന്ന് അവർക്ക് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പൊള്ളുന്നത്? ഈ നിങ്ങൾക്ക് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയാൻ യാതൊരു പ്രയാസമില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത്? അള്ളാഹു പറഞ്ഞു, وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا. അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഏറ്റവും ഗുരുതരമായ ഒരു വാദമാണ് പറയുന്നത്. ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിണ്ടുകീറുമാറാകുന്നു, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു. അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞത് കാരണത്താൽ
നോക്കൂ, അങ്ങേറ്റത്തെ കുഫറാണ്. ഖുർആനെക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. باقي وينذر الذين قالوا اتخذ الله ولدا. ഈ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ എന്തിനാണ്? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാൻ. ഖുർആൻ്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നോക്കൂ, റബ്ബിന് സന്താനമുണ്ടെന്ന് പറയുന്ന ആളുകളെ മറുപടിയായി അള്ളാഹു പറയുകയാണ്, അവനെങ്ങനെ സന്താനം ഉണ്ടാകാനാണ്? അവനൊരു സാഹിബത്തില്ലല്ലോ, നിരാകരിക്കുകയാണ്. അതറിയിക്കുന്നത് എന്താണ്? അവൻ ഏറ്റവും പരിപൂർണതയുള്ളവനാണ്, അവന് സഹായിയുടെ ആവശ്യമില്ല, അവൻ്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണമാണ്. ഒരു കൂട്ടുകാരി ഉണ്ടാവുക, ഒരു ഇണയുണ്ടാവുക, ഒരു സന്താനം ഉണ്ടാവുക എന്നത് ഒരാളുടെ ആ സന്താനത്തോടുള്ള ആവശ്യം അറിയിക്കുന്ന കാര്യമാണ്. നമുക്ക് സന്താനങ്ങളുടെ ആവശ്യമുണ്ട്, നമുക്ക് ഇണയുടെ ആവശ്യമുണ്ട്. അല്ലാഹു ഗനിയാണ്, അവൻ ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. നോക്കൂ, അതുപോലെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ഖലഖന സ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു, ആകാശങ്ങളെ ഭൂമിയെ നാം 6 ദിവസങ്ങളിലായി പടച്ചു, നമുക്ക് ലുഗൂബ് ബാധിച്ചിട്ടില്ല, നമുക്ക് ക്ഷീണം ബാധിച്ചിട്ടില്ല. അതുപോലെ ഉള്ള ആയത്തുകൾ റബ്ബിന് ഇല്ല എന്നവൻ നിരാകരിച്ചു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, നഫി ഇങ്ങനെ നിരാകരിച്ചു പറയുന്നത് കൊണ്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുപോലെ അതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്, സ്ഥിരീകരിക്കുക എന്ന ലക്ഷ്യം അതിലുണ്ട്. നേരത്തെ പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് ഒരു സിഫത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം എന്താണോ അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്ന് വരും. അങ്ങനെ അല്ലാതെ ഒന്നും അള്ളാഹുവിനെ കുറിച്ച് നിരാകരിച്ച് പറയുകയില്ല, ഇല്ല എന്ന് പറയില്ല. അവിടെ ഒക്കെ എന്തർത്ഥം ലഭിക്കും? അതിൻ്റെ വിപരീതം പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്നർത്ഥം ലഭിക്കും. പിന്നെ അള്ളാഹു ലാ യദ്ലിമു അന്നാസ ശൈഅ, അള്ളാഹു ജനങ്ങളോട് ഒരു തരിമ്പും അനീതി ചെയ്യുകയില്ല. എന്നാണ് അതിൻ്റെ വിപരീതം. പരിപൂർണമായ നീതിയുള്ളവനാണ് അവൻ. അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. അവൻ്റെ ഹയാത്ത് അത്രയും സമ്പൂർണ്ണമാണ്. അവൻ്റെ ഖയ്യൂമിയ്യ, അവൻ പടപ്പുകളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ആ വിശേഷണം ഏറ്റവും സമ്പൂർണ്ണമാണ്. അവനൊരു പങ്കാളിയില്ല, അവൻ പരിപൂർണമായ പങ്കാളി ആവശ്യമില്ലാത്ത ഗനിയാണവൻ. അവൻ മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അപ്പം ഇങ്ങനെ നോക്കൂ, ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ എതിർവശം സ്ഥാപിക്കും. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, നഫി എന്ന് പറയുന്നത് മറ്റൊരു കാരണത്തിനു വേണ്ടി പറയുന്നതാണ്. നിരാകരിക്കുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്, വെറുതെ നിരാകരിക്കാൻ മാത്രമല്ല. എന്തുകൊണ്ട്? ഒന്ന്, കാരണം ഇല്ല എന്ന് പറയുന്നത് അവിടെ ഒന്നും സ്ഥാപിക്കപ്പെടുന്നില്ല. നഫി എന്ന് പറഞ്ഞാൽ അദമാണ്. കേവലം ഇല്ല ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും സ്ഥാപിക്കപ്പെടുന്നില്ല, അദമാണ്, അവിടെ ശൂന്യതയാണ് വരുന്നത്. അതുപോലെ കേവലം നിരാകരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇല്ല ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തിനായിരിക്കും? എപ്പോഴും അത് ആയിരിക്കില്ല. മറിച്ച് ചില സന്ദർഭത്തിൽ ഇല്ല എന്ന് പറയുന്നത് അത് യോജിക്കുകയില്ല എന്നതുകൊണ്ടായിരിക്കും. ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്നതുകൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയണത്, ഈ മൈക്ക് ഇന്ന് വരെ ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിന് ബാധകമാവുകയില്ല. ആക്രമിക്കുക എന്ന് പറയുന്നത് ഇതിന് ഒരിക്കലും ബാധകമായ കാര്യമല്ല. അപ്പോൾ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം അത് പുകഴ്ത്തലാവുകയില്ല പറഞ്ഞാൽ. പിന്നെയോ അതല്ല എങ്കിൽ ചില സന്ദർഭത്തിൽ നിരാകരിക്കുന്നത് കഴിവുകേട് കൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളെ പറ്റി പറയണത്, ഒരു ഭീരുവായ മനുഷ്യനെക്കുറിച്ച് അയാൾ ഉപദ്രവിക്കൂല. അയാളുടെ ഭീരുത്വത്തെ അറിയിക്കാൻ അത് പറഞ്ഞാൽ അത് അയാളെ പുകഴ്ത്തലാണോ അതല്ല ഈഴ്ത്തലാണോ? ഈഴ്ത്തലാണ്. ഇങ്ങനെ അറബികൾ അവരുടെ പഴയ കാലത്തെ കവിതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇകഴ്ത്തി ഭൂമിക്കടിയിലേക്ക് താഴ്ത്താനും പുകഴ്ത്തി ആകാശത്തോളം ഉയർത്താനും കവിതകൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഹിജായിനു വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി മറ്റൊരു ഗോത്രത്തെ പണ്ട് ഒരാൾ പഴയ കാലത്ത് അവരെക്കുറിച്ച് പറഞ്ഞ കവിതകളിൽ ഒന്നാണ്, അറബിയിൽ അറിയപ്പെട്ട കവിതകളിൽ ഒരു വരിയാണ്,
ഖുബയ്യിലത്തുൻ. ഖുബയ്യില എന്ന് പറഞ്ഞാൽ തന്നെ പരിഹസിക്കാനാണ്. കബീല എന്നാണല്ലോ പറയുക, ഗോത്രം. ഖുബയ്യില എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗോത്രം, ചെറുതാക്കി പറഞ്ഞതാണ്. ഖുബയ്യിലത്തുൻ ലാ യഖ്ദിറൂന ബിദിമ്മത്തിൻ വലാ യദ്ലിമൂന അന്നാസ ഹബ്ബത ഖർദലി. ഒരു കൊച്ചു ഗോത്രം, ഒരിക്കലും അവർ ജനങ്ങളോട് ഒരു വഞ്ചനയും കാണിക്കില്ല, ഒരാളോട് ഒരു തരിമ്പും അക്രമവും കാണിക്കില്ല. ഈ കവിത യഥാർത്ഥത്തിൽ കേട്ടാൽ നമുക്ക് എന്ത് ചിലപ്പോൾ തോന്നാം, ആ ഗോത്രത്തെ പുകഴ്ത്തിയല്ല, പിന്നെ എന്ത് ചെയ്തതാണ്? പരിഹസിച്ചതാണ്. കാരണം ഒന്നിനും കൊള്ളൂല, അവരൊന്നിനും കൊള്ളുകയില്ല എന്നാണ്. അതേസമയം അവർ നേരെ ആക്രമിക്കും എന്നത് സ്വന്തത്തിൻ്റെ പുകഴ്ത്തലായി, ആത്മപ്രശംസയായി പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് ജാഹിലിയത്തിലെ കവികളിൽ ഒരാളായ തറഫ ഇബ്നു അബ്ദ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം. അലാ ലാ യജ്ഹലന്ന അഹദുൻ അലൈന ഫനജഅലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഒരാളും നമ്മളോടൊരു അവിവേകം കാണിക്കാൻ നിൽക്കണ്ട, എല്ലാ അവിവേകികളെക്കാളും മുകളിലുള്ള ജഹാലത്ത് അങ്ങോട്ട് കിട്ടും. അലാ ലാ യജ്ഹലന്ന അഹദുൻ അലൈന ഫനജ്ഹലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഇതവർ സ്വയം പ്രശംസയായി അവരുടെ ധീരതയെക്കുറിച്ച് പറയാൻ വേണ്ടി പറയാറ്. കാരണം യുദ്ധങ്ങളും പോരാട്ടങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ടാണ് സ്ത്രീകളെ അവർ വളരെ അപമാനമായി കണ്ടിരുന്നത്. കാരണം യുദ്ധത്തിൽ ഇവരെ പിടിച്ചുകൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഗോത്രത്തിലെ അപമാനമാണ്. ആൺകുട്ടികൾ ജനിക്കുന്നത് വലിയ കാര്യമായി കാണുകയും ചെയ്യും. മാത്രമല്ല ആൺകുട്ടികൾക്ക് ആ രൂപത്തിലുള്ള പേരാണ് ഇടുക, ആളുകളെ പേടിപ്പിക്കുന്ന പേരുകൾ. ഹർബ്, ഹജർ, സഹർ, ജാഹിലിയത്തിലെ പേരുകളാണ്. കേൾക്കുമ്പോൾ തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത്? കുന്തവും കല്ലും പാറയും ഇതൊക്കെയാണ് പേര്. യുദ്ധം, ഹർബ്, ഹജർ, സഹർ, ഇങ്ങനെയൊക്കെയാണ് ഒരു പേരിട്ട്. ഇതിനു വേണ്ടിയാണ് ഇട്ടിരുന്നതെന്നാണ്. മനസ്സിലായില്ലേ? എന്തിനും പോകുന്ന ആളാണ് നമ്മൾ കൂടെ ഉള്ളത് എന്നറിയിക്കാൻ. ഇതിൻ്റെ നന്മകൾ അവരിലുണ്ടായിരുന്നു. പക്ഷേ ഇത് പരിധി വിട്ടാൽ നമുക്കറിയാമല്ലോ, ഏത് സിഫത്തും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ഏത് സിഫത്തും അതിൻ്റെ തോതിലും കണക്കിലും അളവിലും നിന്നില്ല എങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മോശമായ സിഫത്തുകളുണ്ടാവും. ഇപ്പോൾ ഇസ്സ നല്ല സിഫത്താണ്. ഒരാൾ ഇസ്സത്തുള്ളവനാവുക, ഒരാൾ അന്തസ്സുള്ളവനാവുക എന്നല്ല. പക്ഷേ ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോയാലോ അത് കിബ്രായി മാറും. ഒരു പരിധി വിട്ട് ഇങ്ങോട്ട് വന്നാലോ അത് ദില്ലത്തായി മാറും. വിനയം അത് നല്ല സ്വഭാവമാണ്. പക്ഷെ അതൊന്ന് താഴോട്ട് വന്നാലോ അത് അമിതമായാലോ ദില്ലത്തായി മാറും, അത് നിന്ദ്യതയായി മാറും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങളോട് ഏറ്റവും വിനയമുള്ളവരായിരുന്നു. അതേസമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൈബത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൈബത്തുണ്ട്, ആളുകൾക്കൊരു ഗാംഭീര്യം നബിയോട് ഉണ്ടായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഒരു അടിമ പെൺകുട്ടിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപിടിച്ച് അവരുടെ ഒരു ആവശ്യത്തിന് അത് ശരിയാക്കി കൊടുക്കാൻ, അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ സാധിക്കുമായിരുന്നു. അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് വിനയം കാണിച്ചിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൈബത്തുണ്ടായിരുന്നു. അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കാൻ പേടിച്ചിരുന്നു. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയി മുന്നിലൊരു ഭാഗത്ത് നിൽക്കുകയാണ്. നബിൻ്റെ മുഖത്തെന്തോ ഒരു ദേഷ്യം പോലെ ആളുകൾക്ക് കാണുന്നുണ്ട്. കുറേ ആളുകൾ ഇറങ്ങി പുറത്തേക്ക് പോയി. തിരക്ക് പിടിച്ച ആളുകൾ പറഞ്ഞു കസറത്ത് സലാ, നിസ്കാരം 2 ആയിട്ടുണ്ട്. നിസ്കാരം 4 2 പുതിയ നിയമം ഇറങ്ങുന്നവർ വിചാരിച്ചു. അബൂബക്കർ ഉമറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ഭയപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൈബത്ത് കാരണത്താൽ. വിനയമുണ്ടായിരിക്കുക ഹൈബത്തുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒടുവിൽ ദുൽ യദൈൻ എന്നറിയപ്പെടുന്ന കൈ കുറച്ച് നീളമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് അഖസറത്തി സലാഹം നസീത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ നിസ്കാരം ചുരുങ്ങിയോ അതല്ല അങ്ങ് മറന്നുപോയതാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം തുഖ്സറി സലാഹ് വമാ നസീത്ത് ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ചുരുങ്ങിയിട്ടില്ല, ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ബൽ നസീത്ത്, അല്ല നബി അങ്ങ് മറന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അകമാ യഖൂലു ദുൽ യദൈൻ പറയുന്നത് പോലെയാണോ? അപ്പോൾ ആളുകൾ പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് കൂടി നിസ്കരിച്ചു, സലാം വീട്ടി, 2 സഹവിൻ്റെ സുജൂദുകൾ ചെയ്തു, വീണ്ടും സലാം വീട്ടി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയവർ അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിനയമുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗാംഭീര്യമുണ്ടായിരുന്നു. ഏത് നല്ല സിഫത്തും അതിൻ്റെ അപ്പുറത്തിപ്പുറത്തും മോശമായ സിഫത്തുകളുണ്ട്. അതിൻ്റെ പരിധി വളരെ ശ്രദ്ധിക്കേണ്ട. ഇസ്ലാം ഏത് കാര്യത്തിനും ഈ വസത്തയ്യ
യഥാർത്ഥ മധ്യമ നിലപാട് സ്വീകരിച്ച് നമുക്ക് കാണാം. അപ്പോൾ നോക്കൂ, ഇല്ല എന്ന് നിരാകരിക്കുന്നത് ചിലപ്പോൾ അത് ബാധകമാകാത്തതുകൊണ്ടായിരിക്കും. ഏതുപോലെ ഈ മേശ ഒരാളുടെ അക്രമം ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ചിലപ്പോൾ നിരാകരിക്കുന്നത് എന്തിനായിരിക്കാം? രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കാരണം എന്താണ്? നിരാകരിക്കുന്നത് എന്തിനായിരിക്കും? കഴിവുകേടുണ്ടായിരിക്കും. കഴിവുകേട്, ആക്രമിക്കില്ല എന്ന് പറയുന്നത് കഴിവുകേടുണ്ട്. അപ്പോൾ എപ്പോഴും നിരാകരിക്കുക എന്നത് എന്തല്ല, പുകഴ്ത്തലാവുകയില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പറഞ്ഞാൽ, നിരാകരിച്ച് പറഞ്ഞാൽ ഇങ്ങനെയല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഖദീറായിരിക്കെ അഫുവാൻ, അവൻ ഏറ്റവും മാപ്പ് നൽകുന്നവനായിരിക്കെ, അവൻ എല്ലാത്തിനും ഏതിനും കഴിവുള്ളവനായിരിക്കെ അവൻ മാപ്പ് നൽകുന്നവനാണ്. അസീസായിരിക്കെ അവൻ ഗഫൂറാണവൻ, ഏറെ പൊറത്തു തരുന്നവനാണ്. അതോടൊപ്പം അവൻ അസീസാണ്, എല്ലാ ഇസ്സത്തുമുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ മഗ്ഫിറത്ത് അത് കഴിവില്ലാത്തവൻ്റെ മഗ്ഫിറത്തല്ല, നഊദു ബില്ലാഹ്, കഴിവുള്ളവൻ്റെ പുറത്തു തരലാണ്. അവൻ പടപ്പുകൾക്കെല്ലാം പുറത്തു കൊടുത്താലും അവൻ ഏറ്റവും ഇസ്സത്തുള്ളവൻ, അവൻ്റെ ഇസ്സത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇവിടെയാണ് നമ്മൾ സൂചിപ്പിച്ചത്, അള്ളാഹുവിനെ കുറിച്ചില്ല എന്ന് പറയുന്നത് വേറെ കാരണത്തിനു വേണ്ടിയാണ്. കാരണം ഇല്ല എന്ന് എപ്പോഴും പറയുക പുകഴ്ത്തലാവുകയില്ല. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ പലതവണ പറഞ്ഞ ഉദാഹരണമുണ്ട്. ഒരു രാജാവിൻ്റെ മുന്നിൽ ചെന്ന് നിങ്ങൾ നോക്കൂ, രണ്ട് രൂപത്തിൽ പുകഴ്ത്തുകയാണ്. ഒരാൾ മുജ്മലായ ഒരു പുകഴ്ത്തുകയാണ്, ഒരു ചുരുങ്ങിയ പുകഴ്ത്ത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രജകളിൽ ഒരാളെപ്പോലുമല്ല നിങ്ങളുടെ നാട്ടുകാരിൽ ഒരാളും രാജാവിനോട് പറയാം, രാജാവ് അങ്ങേ പോലെയില്ല. നമുക്കെല്ലാവർക്കും പറയാം. അത് എന്താ നിങ്ങൾക്ക് തോന്നിയത്? പുകഴ്ത്തലാണ്. അതേസമയം അയാളോട് പോയിട്ട് നിങ്ങളൊരു തീരെ ധൈര്യമില്ലാത്തൊരു പേടിത്തൊണ്ടനായ ആളല്ല, നിങ്ങൾ തീരെ നിന്യനായ ഒരു മനുഷ്യനല്ല, ഒരു വിലയില്ലാത്തൊരാളല്ല എന്നിങ്ങനെ പറഞ്ഞാലോ അത് മദ്ഹിനേക്കാളും ദമ്മിനോടാണ് അടുത്ത് നിൽക്കുന്നത്, പുകഴ്ത്തലിനേക്കാളും ഇകഴ്ത്തലിനോടാണ് അടുത്ത് നിൽക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഇല്ല നിരാകരിച്ച് പറഞ്ഞത് വേറെ കാരണത്തിനാണ് എന്ന് നമ്മൾ പറഞ്ഞതിൽ ഈ കാരണങ്ങളുണ്ട്. ഇനി നോക്കൂ, ഇതിലപ്പുറം ഖുർആനിലും സുന്നത്തിലും റബ്ബിനെക്കുറിച്ച് ഇല്ല എന്ന് ഒന്ന് വിശദീകരിച്ച് വന്നിട്ടുണ്ടോ, മുഫസ്സലായി വന്നിട്ടുണ്ടോ? അതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വതവക്കല അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, അല്ലാഹു മരിക്കുകയില്ല, മൗത്ത് എന്നത് അവന് സംഭവിക്കുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ്? അല്ലാഹു അലം. കാരണം അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ജീവിച്ചിരിക്കുന്നവനിൽ നിങ്ങൾ തവക്കുലാക്ക് എന്ന് പറഞ്ഞാൽ പടപ്പുകളുടെ ജീവിതം പോലെ ആയിരിക്കുമോ അവൻ്റെ ഹയാത്ത് എന്ന വല്ല ചിന്തയും ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുമെങ്കിൽ അത് ഉടനെ തട്ടി നീക്കുകയാണ് ഈ വാക്കിലൂടെ. അവൻ ഹയ്യാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. പടപ്പുകൾക്ക് ഹയാത്തുണ്ട്, പക്ഷെ അവരുടെ ഹയാത്തിന് അപ്പുറവും ഇപ്പുറവും ഉള്ളത് മൗത്താണ്. അപ്പുറവും ഇപ്പുറവും ഉള്ളത് മൗത്താണ്. അതുകൊണ്ടാണ് പരലോകത്ത് ആളുകൾ പറയുക, റബ്ബന അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈനി ഫഅതറഫ്ന ബിദുനൂബിന ഫഹൽ ഇലാ ഖുറൂജ് മിൻ സബീൽ. നരകവാസികൾ പറയുമെന്ന് ഖുർആനിൽ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു പറഞ്ഞു, റബ്ബന അമത്തന സ്നതൈനി, നീ ഞങ്ങളെ 2 തവണ മരിപ്പിച്ചു, വഅഹ്യൈതന സ്നതൈനി, 2 തവണ നീ ഞങ്ങളെ ജീവിപ്പിച്ചു, ഫഅതറഫ്ന ബിദുനൂബിന, ഞങ്ങളുടെ കുറ്റം ഇതാ ഏറ്റു പറയുന്നു, ഫഹൽ ഇലാ ഖുറൂജ് മിൻ സബീൽ, പുറത്തേക്ക് പോകാൻ വല്ല വഴിയുമുണ്ടോ? നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ആ ചോദ്യം നോക്കുന്നെങ്കിൽ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, പുറത്തു പോകാൻ വല്ല വഴിയുമുണ്ടോ? നരകവാസികളുടെ ചോദ്യമാണ്. നഊദു ബില്ലാഹ്. ആയത്തിൽ കാണാൻ 2 തവണ മരിപ്പിച്ചു. പണ്ഡിതന്മാരിൽ പലരും ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്, ഒന്ന് നമ്മുടെ ആദത്തെ ജനിക്കും മുമ്പുള്ള സ്ഥിതിയാണ്, അത് മൗത്താണ്, ആദമാണത്, ഇല്ലായ്മയാണ്. പിന്നെ അടുത്തൊരു മരണം, ജീവിച്ചതിന് ശേഷം പിന്നെ മരിപ്പിക്കുകയും ചെയ്യും. ജീവിതവും അതെ, ആദ്യം ഇവിടെ ജീവിതം നൽകി, പിന്നെ പരലോകത്ത് വീണ്ടും അടുത്ത ജീവിതം. 2 തവണ മരിപ്പിച്ചു, 2 തവണ ജീവിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യരുടെ പടപ്പുകളുടെ ഹയാത്ത് പോലെ അപ്പുറവും ഇപ്പുറവും ന്യൂനതയുള്ള ഹയാത്തല്ല റബ്ബിൻ്റെ ഹയാത്ത്, മറിച്ച് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ഹയ്യാണ്, അവൻ്റെ ഹയാത്ത് സമ്പൂർണ്ണമാണ്. മാത്രമല്ല ആ ഹയാത്ത് എന്നാൽ എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും എന്തിനും കഴിവുള്ളവനായിരിക്കെയുള്ള ഹയാത്താണ്. പടപ്പുകളുടെ ഹയാത്തോ ജനിച്ച ഉടനെ നമ്മളെ സ്ഥിതി എന്താണ്? വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈആ. അള്ളാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും, അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ
ഉദരത്തിൽ നിന്ന് വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്താണ് നിങ്ങളുടെ സ്ഥിതി? ലാ തഅലമൂന ശൈഅൻ, ഒന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്ക്, ഒന്നും അറിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചില ജന്തുക്കളുടെ ഉമ്മ അതിനെ പ്രസവിച്ചാൽ അതിന് ജനിച്ച ഉടനെ നടക്കാനറിയാം, ഓടാനറിയാം. മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? എന്താണ് അവൻ അറിയുന്നത്? അവനെ കയ്യിലെടുക്കണം, അവൻ്റെ കഴുത്ത് പിന്നിൽ ശരിക്ക് പിടിക്കണം, വാവിട്ട് കരയാനല്ലാതെ മറ്റൊന്നും അതിനറിയില്ല. ആ നിലയിലുണ്ടായിരുന്ന മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വളർത്തി 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 കൊണ്ടുവരുന്നു. അവൻ ബാല്യപ്രായത്തിലെത്തി, കൗമാരക്കാരനായി, യുവാവായി, അവൻ്റെ ശക്തി പ്രാപിച്ചു. പിന്നെയോ ദഅഫിന് ശേഷം ഖുവ്വത്ത്, അള്ളാഹു പറഞ്ഞതുപോലെ ആ ശക്തിക്ക് ശേഷം ശക്തി, പിന്നെ ശക്തിക്ക് ശേഷം വീണ്ടും ദഅഫ്, അശക്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം അശക്തിയിലേക്ക് മനുഷ്യൻ വീണ്ടും പോവും, പിന്നെയും തിരിച്ചു പോവും. വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, ആർക്കാണോ നാം ആയുസ് നൽകിയത് അവൻ്റെ ഖൽഖ്, പടപ്പ്, സൃഷ്ടിപ്പ് നാം തലതിരിച്ചു കൊണ്ടുവരും, വീണ്ടും തിരിച്ചു കൊണ്ടുവരും. എന്താണ് പിന്നെയുള്ള അവസ്ഥ? ഇതേപോലെ അവൻ്റെ കാഴ്ച മങ്ങി, കേൾവി കുറഞ്ഞു, ശക്തി കുറഞ്ഞു. ഹയാത്ത്, സുബ്ഹാനല്ലാഹ്, ഹയാത്ത് അല്ലാതായി. ഹയാത്ത് എപ്പോഴാണ് പരിപൂർണമായ? നിൻ്റെ സമഉം ബസറും ഖുദ്റത്തും ഒക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോഴാണ് ഹയാത്ത്. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രയാസത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നതിന് പിന്നിൽ ഹിക്മത്ത് ഇതാണെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പ്രയാസത്തിൽപ്പെട്ടാൽ നമ്മുടെ ജീവിതം അത് ജീവിതമല്ലാതാവുകയാണ്. ജീവിതത്തിൽ നേരത്തെ സാധിച്ചിരുന്ന പലതും പറ്റാണ്ടാവും. സങ്കടപ്പെട്ടിരുന്നാൽ മാത്രം മതി, ഒരു മനുഷ്യനൊന്നിനും കഴിയില്ല. അവൻ്റെ ഹയാത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുകയാണ് റബ്ബിൻ്റെ ഹയാ, അവൻ്റെ ഹയാത്ത് എന്നാൽ പരിപൂർണമായ ഹയാത്താണ്. പ്രയാസമുണ്ടായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഈ പേരുകൾ കൂടുതലായി വിളിച്ചിരുന്നു എന്ന ഹദീസുകൾ കാണാം. ഏത് പേരുകൾ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവൻ്റെ ഖയ്യൂമി, അവൻ സ്വയം നിലനിൽക്കുന്നവൻ. ഖയ്യൂം എന്ന പേരിൻ്റെ മറ്റൊരർത്ഥം അതാണ്. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, സകലതിനെയും നിലനിർത്തുന്നവനാണ്. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, സകലതിനെയും നിലനിർത്തുന്നവനാണ്. ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ്റെ ഹയാത്തിന് ഒരിക്കലും ഒരു അപൂർണതയുമില്ല. പടപ്പുകളുടെ ജീവിതം പല അപൂർണതകൾ നിറഞ്ഞ ജീവിതമാണ്. ആദ്യം ജീവനേ ഉണ്ടായിരുന്നില്ല, പിന്നെ ജീവൻ വന്നു, പിന്നെ ജീവൻ പോവും. ഈ ഉള്ള ജീവിതം തന്നെ അപൂർണതകൾ എത്ര സമയത്ത്, അതിനിടയിൽ ഉറക്കം, മയക്കം, ഇതൊക്കെ അപൂർണതകളാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അഹുൽ മൗത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ നൗമു അഹുൽ മൗത്ത് വ അഹ്ലുൽ ജന്നത്തി ലാ യനാമൂൻ. അൽ നൗമു അഹുൽ മൗത്ത്, ഉറക്കം മരണത്തിൻ്റെ ഉടപ്പിറപ്പാണ്, മരണത്തിൻ്റെ സഹോദരനാണ്. വ അഹ്ലുൽ ജന്നത്തി ലാ യനാമൂൻ, അതുകൊണ്ട് തന്നെ സ്വർഗ്ഗക്കാർ എന്ത് ചെയ്യുകയില്ല? ഉറങ്ങുകയില്ല. കാരണം അവരുടെ ജീവിതം അത് ഒരു കുറവും ബാധിക്കാത്ത ജീവിതമായിരിക്കും. ഉറങ്ങേണ്ട ആവശ്യം അവർക്കില്ല, ഉറങ്ങേണ്ട ആവശ്യം അവർക്കില്ല. ആ സമയത്ത് പോലും അവരുടെ ആസ്വാദനം നഷ്ടപ്പെടുകയില്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പൊതുവെ അവൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുന്ന സമയമാണ്. ചില ആളുകൾ പറയാറുള്ളത് പോലെ ഒരു 5 സ്റ്റാറോ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്റ്റാറിലോ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനും ബസ് സ്റ്റാൻഡിൽ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന മനുഷ്യനും ഉറങ്ങി അതിൻ്റെ ദർജയിലെത്തിയാൽ, ഉറക്കത്തിൻ്റെ ദർജകൾ 1, 2 കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാണ്. ഉറക്കത്തിൽ ഒരേപോലെയാണല്ലോ. ഉറക്കത്തിൽ ഒരാൾ ഗാഠമായ ഉറക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരേപോലെയാണ്. രണ്ടാളുടെ റൂഹ് പോയിരിക്കുന്നു. താൽക്കാലികമായി തിരിച്ചു വന്നാൽ രണ്ടാളും ഉണരും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഹയാത്തിനെക്കുറിച്ച് വല്ല വേണ്ടാത്ത ചിന്തയുമുണ്ട്, അത് തടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. ഇതുപോലെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്. സഹാബത്തൊരിക്കൽ യാത്രക്കിടയിൽ അവരുടെ ദിക്റുകൾ ഒച്ചത്തിൽ ചൊല്ലിയപ്പോൾ, അവരുടെ ദുആകൾ ഒച്ചത്തിൽ ചൊല്ലിയപ്പോൾ, യാത്രക്കിടയിൽ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് സഹാബത്ത് പറഞ്ഞിരുന്നു. താഴ്ചയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ, ഉയർച്ചയിലാകുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നാണോ, താഴ്ചയിലാകുമ്പോൾ അല്ലാഹു അക്ബർ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ യൂനുസ് അലൈഹിസ്സലാമിനെ ഓർത്താൽ മതി. കാരണം യൂനുസ് അലൈഹിസ്സലാം ആ ആഴത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ചൊല്ലിയ എന്താ? തസ്ബീഹാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ താഴ്ചയിൽ പെട്ടപ്പോൾ അതാണ് ചൊല്ലിയത്. കടലിനടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ. അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ എന്താണ്? സുബ്ഹാനല്ലാഹ്. മുകളിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ. ഇനി എത്ര മുകളിൽ കയറിയാലും അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ. നോക്കൂ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസിക്കും, ജനങ്ങളെ പതുക്കെ പറഞ്ഞാൽ മതി. ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ വിളിക്കുന്നത് ബധിരനെയോ ഇവിടെ ഹാജറില്ലാത്തവനെയോ അല്ല, മറിച്ച് നിങ്ങൾ വിളിക്കുന്നത് സമീഅൻ ഖരീബ, നിങ്ങൾ അടുത്തുള്ള എല്ലാം കേൾക്കുന്നവനാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് അസമ്മല്ല ഗായിബല്ല എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ഉച്ചത്തിൽ പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു തോന്നൽ ഉള്ളതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, പൊതുവേ അദ്കാറുകളുടെ ദുആകളുടെ രീതി എന്താണ്? പൊതു സ്വഭാവം എന്താണ്? അതൊക്കെ ഉച്ചത്തിലാണോ പതുക്കെയാണോ? പൊതുവെ പതുക്കെയാണ്. പൊതുവെ ഒച്ചയിടലല്ല. ഉച്ചത്തിൽ പറയാൻ പ്രത്യേകം തെളിവ് വന്നിടത്താണ് എന്ത് ഉച്ചത്തിൽ പറയുക. അല്ലെങ്കിൽ പൊതുവെ അദ്കാറുകളുടെ ദുആകളുടെ രീതി പതുക്കെയാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ അസാൽ വലാ തകുൻ മഅൽ ഗാഫിലീൻ. നീ നിന്റെ റബ്ബിനെ നഫ്സിൽ ഓർക്കുക, കേണുകൊണ്ട് പേടിച്ചുകൊണ്ട്, ഒച്ചയിടാതെ, വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, വാക്കൊച്ചത്തിലാക്കാതെ, രാവിലെയും വൈകുന്നേരവും നീ അശ്രദ്ധയിൽ അകപ്പെട്ടു പോകരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാഫ് ഹാ യ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ച സന്ദർഭം എങ്ങനെ വിളിച്ചു? നിദാഅൻ ഖഫിയ, പതുക്കെ വിളിച്ചു. മുഫസ്സിറുകൾ പറഞ്ഞു പതുക്കെ, അതും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. പക്ഷെ ആ ശബ്ദം മുകളിലേക്ക്, ഏഴാകാശങ്ങൾക്ക് മുകളിലേക്ക്, റബ്ബിനരികിലേക്ക് കയറിപ്പോയി. പതുക്കെ വിളിച്ചാൽ റബ്ബ് കേൾക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉച്ചത്തിൽ വിളിക്കുന്നവൻ്റെ ശബ്ദം അവന് പതുക്കെ വിളിക്കുന്നവരുടെ ശബ്ദം കേൾക്കാൻ തടസ്സമല്ല. എത്ര പേർ അവനെ ഉച്ചത്തിൽ വിളിച്ചാലും, എത്ര പേർ അവനെ പതുക്കെ വിളിച്ചാലും അവന് ഒന്ന് കേൾക്കുന്നത് മറ്റൊന്ന് കേൾക്കാൻ തടസ്സമല്ല. സുബ്ഹാനല്ലാഹ്, ഏത് വിളിയും റബ്ബ് കേൾക്കും. എങ്ങനെ റബ്ബിനെ വിളിച്ചാലും, എങ്ങനെ റബ്ബിനെ സ്മരിച്ചാലും, അന ഇൻദ ظن അബ്ദി ബി, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ് പറഞ്ഞിരിക്കും, അന ഇൻദ ظن അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നോ ഞാൻ അവൻ അങ്ങനെയാണ്. വ അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവൻ്റെ കൂടെയുണ്ട്. വഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ്റെ ഉള്ളിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ സ്മരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, അവനൊരു കൂട്ടക്കാർക്കിടയിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ അവരെക്കാൾ നല്ല കൂട്ടർക്കിടയിൽ ഞാൻ അവനെക്കുറിച്ച് പറയും. പണ്ഡിതന്മാർ പറഞ്ഞു, ദിക്റിന് ഈ ഒരൊറ്റ ശ്രേഷ്ഠത വേറൊന്നും വേണ്ടതില്ല. എന്ത്? നീ അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹു നിന്നെ സ്മരിക്കുമെന്ന് ഖുർആൻ അള്ളാഹു പറഞ്ഞതാണത്. ഫദ്കുറൂനി അദ്കുർക്കും, അദ്കുർക്കും, റായിന് സുക്കൂനാണ് അവിടെ. കാരണം എന്താണ്? അത് ഷർത്തിനുള്ള ജവാബാണ്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കും, അദ്കുർക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, മറുപടിയാണ്. നിങ്ങൾ എന്നെ, ഈ നിബന്ധനക്കുള്ള മറുപടിയാണ്. നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ ഒരാൾക്ക് തോന്നി? ശിർക്ക് എത്ര ഖബീഹാണ്, എത്ര മോശമാണ് എന്ന് നിങ്ങൾക്കിത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ റബ്ബിനെ വിട്ടിട്ടാണ് ആളുകൾ ഒന്നിനും കൊള്ളാത്ത, റബ്ബുൽ അർബാബിനെ വിട്ട് ഒന്നിനും കൊള്ളാത്ത തുറാബുകൾക്ക് പിന്നാലെ, ആകാശഭൂമികളുടെ റബ്ബിനെ വിട്ട് ഈ കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ കല്ലുകളിലേക്ക്, മരിച്ചവരിലേക്ക് എങ്ങനെയാണ് ആളുകൾക്ക് തിരിയാൻ സാധിക്കുന്നത്? യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ധാരണ തിരുത്താനാണ്. അള്ളാഹു ഇവിടെ ഇല്ലാത്തവനോ അല്ലെങ്കിൽ കേൾക്കാത്തവനോ അല്ല, മറിച്ച് നിങ്ങളുടെ റബ്ബ് എല്ലാം കേൾക്കുന്നവനും നിങ്ങൾക്ക് ഖരീബുമാണ്. അവൻ നിങ്ങളോട് അടുത്തുള്ളവനാണ്. അവനവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ ഹാത്തത്ത് കൊണ്ട് നിങ്ങളോട് അടുത്തുള്ളവനാണ്. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലായിരിക്കെ. അപ്പോൾ നോക്കൂ, ഇത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ ധാരണകൾ തിരുത്താൻ വേണ്ടി എന്തു പറയും? ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിരാകരിച്ചു പറയും. ഇന്നത് അള്ളാഹുവിനില്ല എന്ന് പറയും. മറ്റൊരു കാരണം നോക്കൂ, മറ്റൊരു കാരണം ഇല്ല എന്ന് പറയാനുള്ള കാരണം, സിഫത്തുകൾ നിരാകരിക്കാനുള്ള കാരണം, പിഴച്ച കക്ഷികൾ, മുശ്രിക്കുകൾ അള്ളാഹ് റബ്ബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളില്ല എന്ന് പറയാനാണ്. ഉദാഹരണത്തിന് നോക്കൂ, സൂറത്തു ഖാഫിൽ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ, വലഖദ് ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്,
ആകാശങ്ങളെയും ഭൂമിയെയും നാം 6 ദിവസങ്ങളിൽ പടച്ചു, നമ്മെ ക്ഷീണം ബാധിച്ചിട്ടില്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാരണം യഹൂദികൾക്ക് വിശ്വാസമുണ്ട് 6 ദിവസം റബ്ബ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7ാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി, ക്ഷീണം ബാധിച്ചു എന്ന്. തആലല്ലാഹ്. അതുകൊണ്ട് ആ വാദത്തിന് മറുപടിയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും നാം 6 ദിവസങ്ങളിൽ പടച്ചു, നമ്മെ ക്ഷീണം ബാധിച്ചിട്ടില്ല. നമ്മെ ക്ഷീണം ബാധിച്ചു. അള്ളാഹുവിന് ഇത് പറഞ്ഞ എല്ലാം ഒരുമിച്ച് പടക്കാൻ റബ്ബിന് യാതൊരു പ്രയാസവുമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അത് അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് റബ്ബ് ഇങ്ങനെയാണ് പടച്ചത്. 6 ദിവസങ്ങളിലായി പഠിച്ചു. അവസാനം വെള്ളിയാഴ്ച ദിവസം ആരെ സൃഷ്ടിച്ചു? ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ഖുലാസത്തുൽ ഖൽഖ്, പടപ്പുകളുടെ ആകത്തുകയാണ് ആര്? മനുഷ്യൻ. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ സൃഷ്ടികളിൽ. അവൻ്റെ ഖൽബാണ് അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ ഇടമായി അള്ളാഹു നിശ്ചയിച്ചത്. അള്ളാഹുവിൻ്റെ ഖലീലുകളെ അള്ളാഹു തിരഞ്ഞെടുത്ത് അവരിൽ നിന്നാണ്, ഈ സൃഷ്ടിവർഗത്തിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ കിതാബ് അവൻ അവതരിപ്പിച്ചത് ഈ പടപ്പുകൾക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പിന് പ്രത്യേകം പ്രാധാന്യം നൽകിയിരിക്കുന്നു. മനുഷ്യന് അവന് വേണ്ടതൊക്കെ പഠിച്ചിട്ടാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിന്. അതുപോലെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നേരത്തെ നമ്മൾ ഓതിയ ആയത്തിൽ, വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അള്ളാഹുവിന് സന്താനം ഉണ്ടാവുക എന്ന് യോജിക്കില്ല. കാരണം സന്താനം ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് മറുപടിയാണത്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ താക്കീതായിക്കൊണ്ട് അള്ളാഹു പറയും, ചില കാര്യങ്ങൾ അവനില്ല എന്ന് നിരാകരിച്ചു പറയും. എങ്ങനെ? താക്കീതായിക്കൊണ്ട് പറയും. അതാണ് വമല്ലാഹു ബിഗാഫിറിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല, ഇല്ല എന്ന് പറയാം. അവന് ഗഫ്ലത്ത് ഇല്ല എന്ന് പറയാൻ എന്തിനു വേണ്ടിയാണത്? താക്കീതാണത്. ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ് നിരാകരിച്ചു പറയുക. മറ്റൊരു കാരണം, 4ാമത്തെ കാരണം, അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ സിഫത്തുകളെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങൾ നിരാകരിച്ചു പറയും. അതിനുള്ള ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആകൾ. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്ഇ اللهم رب السماوات السبع والأرض ورب العرش العظيم ورب العرش الكريم ربنا ورب كل شيء فالق الحب والنوى منزل التوراة والإنجيل والقرآن أعوذ بك من شر كل نفس أنت آخذ بناصيتها أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عني الدين واغنني من الفقر اللهم رب السماوات سبع ورب الأرض ورب العرش الكريم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والقرآن أعوذ بك من شر كل دابة أنت آخذ بناصيتها أنت الأول فليس قبلك شيء أنت الأول الله നീയാണ് ആദ്യമേ ഉള്ളവൻ. പിന്നെ പറയുന്നത് എന്താ? ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുന്നേ യാതൊന്നുമില്ല. അത് നഫിയാണോ ഇസ്ബാത്താണോ? നിരാകരിക്കലാണോ ഉണ്ടെന്ന് പറയലാണോ? നിരാകരിക്കുക. നിനക്ക് മുന്നേ യാതൊന്നുമില്ല. അത് അൽ ഔവൽ എന്ന അള്ളാഹുവിൻ്റെ പേരിലെ അൽ ഔവലിയ, അവൻ ആദ്യമേ ഉള്ളവനാണ് എന്ന അവൻ്റെ സിഫത്ത് അരക്കിട്ടുറപ്പിക്കുകയാണ്, അത് പൂർത്തീകരിക്കുകയാണ് ഇതിലൂടെ. അള്ളാഹുവെ നീ ഏകനാണ്, നീ ആദ്യമേ ഉള്ളവനാണ്, നിനക്ക് മുന്നേ യാതൊന്നുമില്ല. അൽ ഔവൽ അവനാണ്, അവന് മുന്നേ യാതൊന്നുമില്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്. വ അൻതൽ ആഖിർ, നീ അവസാനമായുള്ളവനാണ്. ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. ഇത് അവൻ്റെ അൽ ഇഹാത്തതു അസ്സമാനിയ അറിയിക്കുന്ന പേരുകളാണ്. അഥവാ കാലം കൊണ്ട് അവൻ സകലതിനെയും വലയം ചെയ്തിരിക്കുന്നു. കാലത്തെ സൃഷ്ടിച്ചവൻ അവനാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ കാര്യം, അതിൻ്റെ നിയന്ത്രണങ്ങളോ പരിമിതികളോ റബ്ബിന് ബാധകമല്ല. ചില വിവരദോഷികൾ ചോദിക്കാറുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ നുസൂലിനെ നിഷേധിക്കുന്ന മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട്, ഇവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകലല്ലേ, അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലല്ലേ, എപ്പോഴാണ് അള്ളാഹു ഭൂമിയുടെ അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങുക?
ഇവൻ അള്ളാഹുവിനെ തിരിഞ്ഞിട്ടില്ല, ഇവന് റബ്ബിനെ മനസ്സിലായോ? ഇവൻ ഈ കാലത്തിൻ്റെയും ഭൂമി കറങ്ങുന്നതിൻ്റെയും സമയത്തിൻ്റെ ഒക്കെ പരിമിതിക്കുള്ളിൽ അവനുണ്ട് എന്നതുപോലെ റബ്ബിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്. നീ ഏത് കാലത്തിൻ്റെ പരിധിയിലാണ് റബ്ബിനെ പെടുത്താൻ ശ്രമിക്കുന്നത്? റബ്ബാണ് കാലം നിയന്ത്രിക്കുന്നവൻ. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഞാനാണ് കാലത്തെ രാവിനെയും പകലെയും കൊണ്ടുവരുന്നവൻ. അള്ളാഹുവാണ് അതിനെ പടച്ചത്. നീ റബ്ബിനത് ബാധകമാക്കിയാണോ? ഇതാണ് റബ്ബിനെ കുറിച്ച് നിനക്ക് മനസ്സിലായത്. അള്ളാഹുവിനെ കുറിച്ച് നീ എന്തേ ചിന്തിച്ചത്? നീ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ആകാശഭൂമികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അതിന് കോടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ്, അതിന് കോടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ്, അതിന് കോടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ്, അതിന് കോടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ്. റബ്ബിനറ്റമില്ല. അൻതൽ ഔവൽ ഫലൈസ ഖബ്ലക ശൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ. ഇത് രണ്ടും കാലമാണ് കാലത്തിൻ്റെ അവൻ്റെ ഇഹാത്തത്താണ് അറിയിക്കുന്നത്. ഒരു കാലം ബാധകമല്ല. വഅൻതൽ ലാഹിർ, അള്ളാഹു നീയാണ് ഏറ്റവും മുകളിലുള്ളവൻ. ഫലൈസ ഫൗഖക ശൈ, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. 7 ആകാശങ്ങൾക്കും മേലെ ഉള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അൽ ഉലൂൽ മുത്ലഖ് എന്നാണ് അത് പറയുക. അഥവാ എല്ലാത്തിനും മുകളിൽ, അതിനു മുകളിൽ എന്തില്ല? യാതൊന്നുമില്ല. സകലതിനും മേലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. സകലതിനും മേലെ, അവനു മേലെ പിന്നെ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈ. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഒരുപാട് പേരുടെ കാലിടറിപ്പോയത് ഈ ഭാഗത്താണ്. വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈ, നീയാണ് ഏറ്റവും അടുത്തുള്ളവൻ, നിന്നെക്കാളടുത്ത് യാതൊന്നുമില്ല, നിന്നെക്കാളടുത്ത് യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ റബ്ബ് സൃഷ്ടികളിൽ ലയിച്ചു ചേരുകയോ അവരുടെ കൂട്ടത്തിൽ കലരുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. തആല അല്ലാഹ്. മറിച്ച് അവൻ്റെ ഇൽമു കൊണ്ട്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അവൻ്റെ ഇഹാത്തത്ത് കൊണ്ട് അവൻ എല്ലാത്തിനേക്കാളും അടുത്തുള്ളവനാണ്. 7 ആകാശങ്ങളും ഭൂമിയും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഏതാനും കടുകുമണികൾ എടുത്തതുപോലെയാണ്. സഹാബത്തിൻ്റെ വാക്കാണ്. 7 ആകാശങ്ങളും ഭൂമിയും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾ കടുകുമണികൾ എടുത്തതുപോലെ മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുഹീത്താണ്, അവൻ സകലതിനെയും വലയം ചെയ്തിരിക്കുന്നു. അവൻ മുകളിലാണുള്ളത് എന്നതിനോടൊപ്പം സകലതിനെയും അവൻ വലയം ചെയ്തിരിക്കുന്നു. അവൻ ഏറ്റവും അടുത്തുള്ളവനാണ്, ഏറ്റവും അടുത്തുള്ളവനാണ്. അതേസമയം അതിനെന്തർത്ഥമില്ല, അവൻ സൃഷ്ടികൾക്കിടയിൽ കൂടിക്കലർന്നു എന്നോ സൃഷ്ടികളിൽ അവതരിച്ചു എന്നോ അതിന് അർത്ഥമില്ല. ഖാലിഖ് വേറെ, മഖ്ലൂഖ് വേറെയാണ്. അപ്പം ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ച് പലതും പറയുന്നുണ്ട്. നിനക്ക് മുന്നേ ഒന്നുമില്ല, നിനക്ക് ശേഷം ഒന്നുമില്ല, നിനക്ക് മുകളിലൊന്നുമില്ല, നിനക്ക് നിന്നെക്കാൾ അടുത്തൊന്നുമില്ല. ഇതെല്ലാം പറയുന്നത് എന്താണ്? അവൻ്റെ അവ്വൽ, ആഖിർ, ലാഹിർ, ബാത്തിൻ എന്നീ പേരുകളിലുള്ള വിശേഷണങ്ങൾ ഊട്ടിയുറപ്പിക്കാനാണ്. അവൻ ആദ്യമേ ഉള്ളവനാണ്, അവസാനമായി ഉള്ളവനാണ്. അവൻ ശാശ്വതത്വം നൽകിയവർക്ക് മാത്രമേ ശാശ്വതത്വമുള്ളൂ. സ്വർഗവാസികൾ എങ്ങനെയാണ് ശാശ്വതരാകുന്നത്? അള്ളാഹു നൽകിയ ഖുലൂദാണ്, അള്ളാഹു നൽകിയ ശാശ്വത ജീവിതമാണ്. അവരുടെ ജീവിതം നേരത്തെ കുറവുകളുള്ളതായിരുന്നു. അള്ളാഹുവാണ് അവർക്ക് പരിപൂർണത നൽകുന്നത്. ഇത് അവൻ്റെ സിഫത്തുകൾ, അതിൻ്റെ പരിപൂർണത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി എന്തു പറയും? നിരാകരിച്ചുകൊണ്ട് പറയും. അടുത്ത പാഠം അള്ളാഹുവിനെ കുറിച്ച് നിരാകരിച്ചു പറയാനുള്ള നിയമങ്ങളിലൊന്നാണ് അത് തൗഖീഫിയാണ് എന്നതാണ്. അതായത് അള്ളാഹുവിന് ഒരു പേരുണ്ട്, ഒരു വിശേഷണമുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം ഖുർആനിൻ്റെ സുന്നത്തിൻ്റെയും ദലീൽ വേണം. ഇല്ല എന്ന് പറയണമെങ്കിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന് ഇന്നതില്ല, അള്ളാഹുവിന് ഇന്ന വിശേഷണമില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം, അല്ലാതെ പറയരുത്. അതല്ല എങ്കിൽ അള്ളാഹുവിന് ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഏതെങ്കിലും വിശേഷണത്തിന് തീർത്തും എതിരായിരിക്കണം. എങ്കിൽ അങ്ങനെ വല്ലവരും പറയുകയോ വാദിക്കുകയോ ചെയ്താൽ ആവശ്യമുണ്ടെങ്കിൽ അതിനെ നിരാകരിക്കാം. ഉദാഹരണത്തിന് ഹുസ്ൻ, ദുഃഖമെന്ന സിഫത്ത് റബ്ബിനുണ്ട് എന്ന് യഹൂദികളുടെ തൽമൂദിലുണ്ട്, അവരുടെ കിതാബിലുണ്ട്. ഒരിക്കലും അതുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് യോജിക്കാത്ത സിഫത്താണത്. ഇത് നമ്മൾ വെറുതെ എന്ത് ചെയ്യുകയില്ല, ഒരാവശ്യമില്ലാതെ ഇത് പറഞ്ഞെടുക്കില്ല. നിരാകരിക്കുമ്പോൾ പോലും
അത് ആവശ്യമുണ്ട് എങ്കിൽ ആണ് നമ്മൾ ആ വിഷയം പറയുള്ളൂ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് യോജിക്കാത്തത് വല്ലവരും പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ അത് പറയും, പ്രചരിപ്പിക്കപ്പെടുകയും മറ്റും ചെയ്താൽ പറയും ഇത് പറയരുത്, തെറ്റാണ്. അതല്ല എങ്കിൽ ഒരാൾ ആലോചിച്ചുണ്ടാക്കിയിട്ട് കുറേ അള്ളാഹ്ക്ക് യോജിക്കാത്ത സിഫത്തുകൾ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി അതില്ല ഇതില്ല എന്നിങ്ങനെ പറഞ്ഞെടുക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. ഒന്നാമത് മനസ്സിലാക്കുക, ഇല്ല എന്ന് പറയാൻ അതിനും ദലീൽ വേണം. അതല്ല എങ്കിൽ അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഏതെങ്കിലും സിഫത്തുകൾക്ക് നേർ വിപരീതമായൊരു കാര്യം അത് അള്ളാഹുവിനില്ല എന്ന് പറയാം. പക്ഷെ അത് തന്നെ ആവശ്യമുണ്ടെങ്കിലാണ് പറയേണ്ടത്. ചുരുക്കത്തിൽ റബ്ബിനെ കുറിച്ച് ഉള്ള സംസാരം സഹോദരങ്ങളെ വളരെ സൂക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തു പറയാം എന്നുള്ള ഏത് വിവരമില്ലാത്ത ആൾക്കും ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എന്തും എത്തിക്കാൻ സാധിക്കുന്ന കാലമാണിത്. പഴയ കാലത്ത് കുറച്ച് മുമ്പ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആളുകൾ ഒരു വിലയും നൽകുകയില്ല, അവൻ്റെ വാക്കുകൾ എവിടെയും എത്തുകയില്ല, ഒരു മൂലയിൽ കിടന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഒരു വിലയും നിലയുമില്ലാത്ത ഒരു നിലവാരമില്ലാത്ത ആളുകൾ ആണ് എങ്കിൽ പോലും അവൻ്റെ വൃത്തികേട് എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇങ്ങനത്തെ കാലത്ത്. അതുപോലെ നോക്കൂ, തമാശകൾ, ട്രോളുകൾ, ഇതൊക്കെ ഉള്ള ഈ കാലത്ത് ആളുകൾ തമാശ പറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, ഇലാഹിയാത്ത് റബ്ബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ തമാശ പറയുന്നതാണ്. മുസ്ലിം പേരുള്ള പലരും സിനിമയിലും അതുപോലെ പലതിനും ഒക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ദീനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റബ്ബിനെക്കുറിച്ച് പലതും പറയുന്നത് കാണാം. പടച്ചവൻ അങ്ങനെ, പടച്ചവൻ എങ്ങനെ. ചിലപ്പോൾ നിസ്കരിക്കുന്നവനും അള്ളാഹുവിൽ വിശ്വാസമുള്ളവനൊക്കെ ആയിരിക്കും, പക്ഷെ വിവരമില്ല, റബ്ബിനെക്കുറിച്ച് എന്തു പറയാം എന്തു പറഞ്ഞുകൂടാ എന്നറിയില്ല, അള്ളാഹുവിനെ തഅലീം ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ട, നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ് തഅലീം അല്ലാഹ്. അള്ളാഹുവിന് അവൻ്റെ മഹത്വം മനസ്സിൽ അംഗീകരിക്കുകയും അത് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. റബ്ബിനെക്കുറിച്ച് എന്തെങ്കിലും പറയരുത്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നോർക്കണം. മുഹമ്മദ് ബിൻ നസർ മർവസി റഹിമഹുല്ലാഹ്, മുൻഗാമികൾപ്പെട്ട മഹാൻ, അദ്ദേഹത്തിൻ്റെ തഅലീം ഖദ്ർ സലാഹ് എന്ന പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്. കിതാബിൽ അദ്ദേഹം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫറാണ് എന്ന് അനേകം തെളിവുകളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിയിക്കപ്പെട്ട മുൻഗാമികളുടെ കിതാബുകളിൽ ഒന്നാണ്. നിസ്കാരം ഒരുവൻ നിസ്കാരമൊക്കെ ഉണ്ട്, അത് നിസ്കരിക്കേണ്ട തന്നെ ആണ് എന്നാണ് അവൻ്റെ വിശ്വാസം. എന്നിട്ട് പക്ഷെ അവൻ നിസ്കരിക്കണില്ല, മടി കൊണ്ട്, അലസത കൊണ്ട്, എങ്കിൽ പോലും അവൻ കാഫറാണ്, ഇസ്ലാമിന് പുറത്താണ്, മുർത്തദ്ദാണ്. അതാണ് ഈ വിഷയത്തിൽ ശരിയായ അഭിപ്രായം. അത് സ്ഥാപിക്കപ്പെട്ട കിതാബുകളിലൊന്നാണ്. വളരെ മുൻഗാമിയാണ് അദ്ദേഹം അതിൽ സുബ്ഹാനല്ലാഹ് കൊണ്ടുവന്ന ചില അസറുകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ചില മലായിക്ക, ചില മലക്കുകൾ അവന് സുജൂദിൽ വീഴും. അവരെ പടച്ച അന്ന് മുതൽ അവർ സുജൂദിലാണ്. എന്നിട്ട് അന്ത്യനാളിലാണ് അവർ തല ഉയർത്തുക. റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ക ഇബാദതിക്. റബ്ബേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇതാണ് റബ്ബ്. അള്ളാഹുവിനോടുള്ള നിൻ്റെ ഹക്ക് അവസാനിക്കുകയില്ല. അള്ളാഹുവിനോടുള്ള നിൻ്റെ ഹക്ക്, നിൻ്റെ ബാധ്യത ഒരിക്കലും അവസാനിക്കുക. അള്ളാഹുവിൻ്റെ മഹത്വം അത്രയും വലുതാണ്. അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ മഹത്വങ്ങളും മാത്രമെടുത്താൽ അതിൻ്റെ അപ്പുറത്താണ്, അത് കൂടാതെയാണ് നിനക്ക് അവൻ ചെയ്ത ഞാമത്തുകളൊക്കെ ഒന്നും നീ കൂട്ടാതെ റബ്ബിൻ്റെ മഹത്വവും അവൻ്റെ ഭംഗിയും അവൻ്റെ ഗാംഭീര്യവും അവൻ്റെ ഈ കണ്ട വിശേഷണങ്ങളെല്ലാം എടുത്തു എങ്കിൽ പോലും നീ ഏത് കാലം ഖിയാമത്ത് നാൾ വരെ അവന് സുജൂദിൽ കിടന്നാൽ അവനോടുള്ള ഹക്ക് തീരുകയില്ല. അതിനോടൊപ്പമാണ് നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വേറെ, അള്ളാഹു നൽകിയ നിഅമത്തുകൾ വേറെ. അതിലൊന്നിനു പോലും നമ്മുടെ ഇബാദത്തുകൾ പകരമല്ല. അതുകൊണ്ട് ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിനെ തഅലീം ചെയ്യുക. സഹോദരങ്ങൾ, വലിയ ഇബാദത്താണത്. മനസ്സിലായി? നിൻ്റെ മനസ്സിൽ റബ്ബിനോടുള്ള തഅലീം എന്ന് പറയുന്നത് നീ ചെയ്യുന്ന പല അമലുകളെക്കാളും വലുതാണ്. റബ്ബിനെക്കുറിച്ചുള്ള മഹത്വം നിൻ്റെ മനസ്സിലുണ്ടാവുകയെന്ന്. അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? അയ്യൂബ് അലൈഹിസ്സലാം
പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർ തർക്കിനും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. രണ്ടുപേർ തർക്കിക്കുമ്പോൾ അവരിങ്ങനെ വെറുതെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യുന്നത് കണ്ടാൽ അയ്യൂബ് അലൈഹിസ്സലാം പറയും, ഞാൻ പോയി അതിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തവന് വേണ്ടി കഫാറത്ത് നടത്തും. അതായത് അതിന് പ്രായശ്ചിത്തം ചെയ്യും. എന്തിനു വേണ്ടി? ഒരു ബാത്തിലായ ഒരു കാര്യത്തിൽ റബ്ബ് സ്മരിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിനുള്ള തഅലീം നോക്കുക, അവരുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ള തഅലീം നോക്കൂ നിങ്ങൾ. ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് ഹദീസുകളിൽ വന്നത് കാണാം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഒരു മോഷ്ടാവ് മോഷ്ടിക്കുന്നത് ഈസ അലൈഹിസ്സലാം കണ്ടു. അയാൾ പിടിച്ചപ്പോൾ പറഞ്ഞത്രേ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് അയാൾ പറഞ്ഞു. ഈസ അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞത് ഞാൻ സത്യപ്പെടുത്തി, എൻ്റെ കണ്ണിന് ഞാൻ കളവാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഏതർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനോടുള്ള അവരുടെ തഅലീമാണ്, റബ്ബിനോടുള്ള തഅലീം. അവൻ്റെ മഹത്വം എത്ര വലുതാണ്. മലായിക്കത്ത് എങ്ങനെയാണ് അവനെ മഹത്വപ്പെടുത്തുന്നത്? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പറയുക. നിങ്ങൾ നോക്കൂ, ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഖുർആനിൽ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക, നബിമാരുടെ ദഅവത്തിൽ കൂടുതലായി കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥാപിച്ച് പറയലാണ്. അവൻ ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറയലാണ്, ഇല്ല 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 എന്ന് പറയലല്ല. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الذي لا إله إلا هو الخالق البارئ المصور له الأسماء الحسنى له ما في السماوات والأرض وهو العزيز الحكيم. ഇത്രയാണ് സ്ഥാപിച്ച് പറഞ്ഞത്. ഇത്ര പേര് അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്, അള്ളാഹു ഇങ്ങനെ, അവൻ അസീസാണ്, അവൻ ജബ്ബാറാണ്, അവൻ മുതകബ്ബിറാണ്. ഉണ്ട് എന്ന് സ്ഥാപിച്ചു പറയലാണ് ഖുർആനിൽ സുന്നത്തിൽ കൂടുതൽ. ഇല്ല ഇല്ല എന്ന് പറയുക എന്നത് അതിൻ്റെ ഈ വക കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ആണ് അവിടെ പറയുക. അത് തന്നെ ഇല്ല എന്ന് പറയുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്, വെറുതെ ഇല്ല എന്ന് പറയാനല്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കാരണം പിഴച്ച കക്ഷികൾക്ക് വഴിതെറ്റിയ ഒരു മേഖലയാണിത്. ഈ പാഠം ഈ കിതാബിലെ പ്രധാനപ്പെട്ട പാഠമാണ്. അഖീദത്തുൽ വാസിത്തിയ്യ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൻ്റെ അടിത്തറയാണ് ഈ കിതാബിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. അടിത്തറ സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ ശുബഹത്തുകളൊക്കെ അതിന് മുന്നിൽ താനേ പൊളിഞ്ഞു പോകും. അടിത്തറ സ്ഥാപിക്കാതെ ശുബഹത്തുകൾക്ക് മറുപടി പറയാൻ നിന്നാൽ മരിക്കുന്നവരെ ശുബഹത്തുകൾക്ക് ഓരോന്നിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്താ? ഇവൻ അതിനുള്ള മറുപടിയെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഉസൂലുകൾ പഠിച്ചു വെച്ചാൽ അതിൻ്റെ മുന്നിൽ കൂട്ടമായി വരുന്ന ശുബഹത്തുകൾ ഒന്നാകെ പൊളിയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അതിനാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചത്. ഒരുപാട് വയസ്സായ ഉമ്മമാർ, പ്രായമേറിയ ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ പരിശുദ്ധിയുടെ കാലത്ത് ജീവിച്ചു പോയത് എല്ലാ കണ്ട ശുബഹത്തുകൾക്കും എന്ത് ചെയ്തിട്ടല്ല, മറുപടി പിടിച്ചിട്ടല്ല. പിന്നെയോ സൂലുകൾ അവരിൽ ഉറച്ചിരുന്നു. അതുകൊണ്ട് അതൊക്കെ വരുമ്പോൾ തന്നെ തട്ടിത്തെറിച്ചങ്ങ് പോകും. പലതും ഒരുപാട് പോകും. ചിലതുണ്ടാവും പറയേണ്ട സമയത്ത് പറയേണ്ട തോതിൽ പറയേണ്ടത് പഠിക്കേണ്ടത്. അപ്പോൾ അത് ആവശ്യമായ സന്ദർഭത്തിൽ പഠിക്കുകയും പറയുകയും ചെയ്യുക. അടിത്തറ ഇത് ഉറപ്പിക്കലാണ് ആദ്യം. അടിത്തറ ഉറപ്പിക്കലാണ് ഏത് വിഷയത്തിനും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഇൽമുൽ കലാമിൻ്റെ ഒക്കെ പിന്നാലെ പോയ പലരും, റാസിയും അതുപോലെ ഉള്ള പലരും അവസാന കാലത്ത് പറഞ്ഞത് ആ അജായിസിൻ്റെ, അതായത് ആ ഉമ്മുമ്മമാരുടെ ദീനിൽ ഞാനായിരുന്നെങ്കിൽ, അവരുടെ ഈമാനിലായിരുന്നെങ്കിൽ ഞാൻ. എന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം അവർ ആ സലാമത്തിൽ അങ്ങനെ പോയതാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ എന്താണ് പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് എന്താ, അതങ്ങനെ വിശ്വസിച്ച് പോയവരാണ്. ഈ വേണ്ടാത്ത വാദങ്ങൾ അവർ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൗഹീദിൽ, ഇസ്ലാമിൻ്റെ പരിശുദ്ധിയിൽ ജീവിച്ച ഉമ്മാമാരാണ്, അല്ലാതെ ഖുറാഫാത്തിലും ശിർക്കിലൊക്കെ മുങ്ങിയ ഉമ്മാമാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. തൗഹീദിൻ്റെ സഫായിൽ, ഇസ്ലാമിൻ്റെ സഫായിൽ ജീവിച്ചു മരിച്ചുപോയ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? സാധാരണക്കാരായ ആളുകൾ. എല്ലാവരും പണ്ഡിതന്മാരാണോ? അല്ല. ഉസൂലുകൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാസിത്തിയ്യ, പ്രിയ സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൻ്റെ കൂടെ ഈ വാസിത്തിയ്യ എന്ന കിതാബ് പഠിക്കുക എന്നത് നമ്മുടെ ഈമാൻ, അത്
അരക്കിട്ടുറപ്പിക്കുന്ന കാര്യമാണ്. ശുബഹത്തുകൾ ഒന്നും ഏൽക്കാത്ത സലാമത്തുള്ള സദറോടെ ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഒരാൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം എഴുതി കൊടുത്താണത് സാധാരണക്കാര ആളുകൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ താങ്കൾ കേട്ടിട്ടില്ലേ, ചില ആളുകളൊക്കെ ഈ അടുത്തൊരു അപകട മരണത്തിൽ ഖത്തറിൽ വെച്ച് മരണപ്പെട്ട ഒരാൾ, അദ്ദേഹം പ്രസംഗിച്ച് എത്രയോ കാലം ഈ അശാരീയത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ദീന് പഠിക്കാനിറങ്ങിയ ആളുകളാണവർ, ദീന് പഠിക്കാനിറങ്ങിയ ആളുകളാണ്. പക്ഷെ പഠിച്ചത് ഇതായിപ്പോയി. എന്നിട്ട് 40-50 ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചറിയണം അള്ളാഹിൻ്റെ സിഫത്തുകൾ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ഈ അശാരികളുടെ ജൗഹറത്തു തൗഹീദും ആ വക പാളക്കിതാബുകളും ഒന്നുമല്ല പഠിക്കേണ്ടത്. ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നല്ല റബ്ബിനെ പഠിക്കേണ്ടത്, കിതാബും സുന്നത്ത് എന്ന് 40-50 കൊല്ലം കഴിഞ്ഞ് അത് നീ പഠിക്കാൻ ഇറങ്ങിയ ശേഷം തിരിച്ചറിയുന്നവരുടെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കി. അള്ളാഹിനെ കുറിച്ചുള്ള കാര്യമാണിത്, വേറെ ഏതെങ്കിലും മസ്അല അല്ല, റബ്ബിനെ കുറിച്ചാണിത് നമ്മുടെ അഖീദയിൽ ആദ്യം ശരിയാക്കേണ്ടത്. എന്തൊരു തൗഫീഖാണെന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ആദ്യം അൽഹംദുലില്ലാഹ് ഈ വക യാതൊരു ചപ്പും ചവറും കയറാതെ അല്ലെങ്കിൽ അധികം വൈകാതെ ഈ കിതാബുകൾ പോലെ സാഫിയായ ഇൽമ് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അതിന് റബ്ബിന് നന്ദിയുള്ളവരാകണം നമ്മൾ. അള്ളാഹുവിനോട് ആ സബാത്തിൽ എപ്പോഴും ശരിയായ സലഫിൻ്റെ അഖീദ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ ഉമറിനെയും വളർത്തിയെടുത്ത അഖീദ ഏതോ, സഹാബത്തിനെ അവർ ജീവിച്ചു മരിച്ച അഖീദ ഏതോ, അതിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹുവിനോട് തൗഫീഖ് വയ്ക്കുക. അതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്നുമില്ല. ഒരാൾ ശരിയായ അഖീദയിൽ ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിച്ചു മരിച്ചാൽ അൽഹംദുലില്ലാഹ് ജീവിതം വിജയിച്ചു. അയാളുടെ ദുനിയാവ് അയാൾ എത്ര പ്രയാസപ്പെട്ടാലും എന്തനുഭവിച്ചാലും ശരി, നീ ഇസ്ലാമിലും സുന്നത്തിലുമായി എൻ്റെ റൂഹ് തൊണ്ടയിന്ന് പോയോ അൽഹംദുലില്ലാഹ് കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളുമാണ് ഈ വഴിയിൽ നേരത്തെ പോയവർ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമിൽ ആയിക്കൊണ്ട് അഹ്ലുസുന്നത്തിലായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.